നമ്മൾ യൂട്യൂബിൽ നോക്കുന്ന ടൈമിലാണെങ്കിൽ ധാരാളം ആളുകൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ധാരാളം പണം കണ്ടെത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ തന്നെ പെട്ട് നമുക്ക് ഇന്ന് ഷോർട്ട് വീഡിയോ നമ്മളുടെ വൈറലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് വൈറലും കാര്യങ്ങളൊന്നും ആകില്ല. 5-10 വ്യൂസ് മാത്രമേ അധികം ആളുകൾക്കും കിട്ടാറുള്ളൂ. ഇത്തരത്തിൽ തന്നെ നമ്മൾ ഈ ട്രിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ 100% ആയിട്ട് നമ്മുടെ വ്യൂസും കാര്യങ്ങളും അതിക്രമിച്ച് കയറും. ഇതിൽ കൂടെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും നമുക്ക് ധാരാളം വരികയും ചെയ്യും. ഇത്തരത്തിൽ തന്നെ പെട്ട ഒരു ട്രിക്സും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ റിവ്യൂലും കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. ഞാൻ അധികം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. നേരെ നമുക്ക് ഈ ട്രിക്സിൻ്റെ അകത്ത് കിടക്കാം. സാധാ രീതിയിൽ തന്നെ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കുക. യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് സാധാ രീതിയിൽ നമ്മൾ ഷോർട്സും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ താഴെ നമുക്ക് കാണാൻ പറ്റുന്ന ആ പ്ലസ് ബട്ടൻ്റെ അകത്ത് ക്ലിക്കും കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ എടുക്കുകയും പിന്നീട് അതിലോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുകയും ചെയ്യുക. അതിൽ തന്നെ പെട്ടുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഒരു ടൈറ്റിൽ അവിടെ ഉണ്ടാക്കുക. ആ ടൈറ്റിൽ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ആ വീഡിയോ നേരെ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിന് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് അൺലിസ്റ്റഡിൽ മാത്രമേ വീഡിയോ വെക്കാൻ വേണ്ടി പാടുള്ളൂ. അതിനുശേഷം നിങ്ങൾ എന്താക്കുക, അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നീട് നേരെ വരിക YT സ്റ്റുഡിയോയിലോട്ട്. YT സ്റ്റുഡിയോയിലോട്ട് വന്നതിന് ശേഷം പിന്നീട് നേരെ ആ വീഡിയോ എഡിറ്റ് ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ആ ടൈറ്റിൽ മുഴുവനായിട്ട് നിങ്ങൾ കോപ്പി ചെയ്യുക. ആ ടൈറ്റിൽ മുഴുവനായി കോപ്പി ചെയ്തതിന് ശേഷം പിന്നീട് ഡിസ്ക്രിപ്ഷനിനകത്ത് നിങ്ങൾ പോവുക. ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് പോയതിന് ശേഷം പിന്നീട് ആ ടൈറ്റിൽ മുഴുവനായിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുക. പേസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ നേരെ താഴോട്ട് പോയതിന് ശേഷം പിന്നീട് നമ്മൾ ടാഗ് കൊടുക്കുന്ന സെക്ഷനെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ആ ടാഗ് കൊടുക്കുന്ന സെക്ഷൻ്റെ അകത്താണെങ്കിലും ഈ ടൈറ്റിൽ കോപ്പി ചെയ്ത് നേരെ പേസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ നേരെ അൺലിസ്റ്റഡ് ആക്കിയ സ്ഥലത്ത് പോയിട്ട് ഇതിന് ശേഷം പിന്നീട് ടൈം ഷെഡ്യൂൾ വെക്കുക. അതായത് നമ്മൾ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്ന ടൈം എന്ന് നോക്കിയതിന് ശേഷം ആ ടൈം ഷെഡ്യൂളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് സേവ് ചെയ്ത് പിന്നീട് ഇറങ്ങുക. പിന്നീട് നിങ്ങൾ പിന്നീട് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് വ്യൂസും കാര്യങ്ങളും ധാരാളമായിട്ട് ഇത്തരത്തിൽ തന്നെ നമ്മുടെ ചാനലിൻ്റെ അകത്താണ് കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും അതുപോലെ തന്നെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മടിക്കരുത്. അപ്പോൾ എന്തായാലും ഇതിന് നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.